മുസ്ലിം ലീഗിനെതിരായ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് CPIM. വിമർശനം കടുത്തതോടെ പ്രസ്താവന വളച്ചൊടിച്ചെന്ന ന്യായീകരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. പ്രതിഷേധിക്കേണ്ടതായ പ്രസ്താവന നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. ഞാൻ അങ്ങേറ്റം മതേതരവാദിയാണ്. ഞാൻ ഈ കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത അങ്ങേറ്റം എതിർക്കുന്ന ആളാണ്. നിഷ്പക്ഷമായി ജനങ്ങൾ ഏകോദര സൗരങ്ങളെപ്പോൾ ജീവിക്കണം. ഇവിടുത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കണം. ആ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടി BJPയുടെ ഭാഗത്തു നിന്നോ അല്ലെ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെ ലീഗിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെ ജമാഅത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നോ വരുന്നു. അത് അപകടമാണെന്നാണ് ഞാൻ പറയുന്നത്. ലീഗ് ജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണോ എന്ന ചോദ്യത്തോട് ക്ഷുഭിതനായിട്ടാണ് മന്ത്രി പ്രതികരിച്ചത്. അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദിയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJPക്ക് ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേര് നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. മലപ്പുറം കാസർഗോഡ് മാത്രം എടുത്ത് പറയുമ്പോൾ അതിന്റെ അസ്വാഭാവികതയില്ല. ഒരു മതേതര സമൂഹത്തിൽ അത് ബ്രാക്കറ്റ് ചെയ്ത് പറയല്ലേ, 2 ജില്ലകളെ മാത്രം എറണാകുളം പറയുന്നില്ല. മലപ്പുറവും കാസർഗോഡും വരുമ്പോൾ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ. അതേസമയം വിവാദ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് CPIM സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകിയില്ല. കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. വർഗീയക്കാടാണ് CPIM ഇറക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കലാപങ്ങൾ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി മുറിവിൽ മുളക് തേക്കുന്നെന്നും ചെന്നിത്തല വിമർശിച്ചു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ്. വിവിധ സമൂഹങ്ങളെയും മതങ്ങളെയും മതവിശ്വാസികളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഈ കേരളത്തിൽ ഇന്ന് പൂർണ്ണമായും മതപരമായി ഭിന്നിപ്പിക്കുക, വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക എന്നുള്ളതാണ് CPMൻ്റെ അജണ്ട. മാറാട് കലാപം പോലെയുള്ള കലാപങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ച് അവിടെ ഉണ്ടായ മുറിവിൽ വീണ്ടും മുളക് തേൽക്കുന്ന സമീപനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വർഗീയത വളർത്തുന്നത് CPIM ആണെന്നും മുസ്ലിം ലീഗാണ് വർഗീയതയ്ക്ക് തടയിടുന്നതെന്നും PM സലാം പറഞ്ഞു. ആകമാനം തന്നെ ഇല്ലാതായ ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന അവസാനത്തെ പിടിവള്ളി നഷ്ടപ്പെടാൻ പോകുന്നു എന്നതിൽ നിന്ന് വരുന്ന വിഭ്രാന്തിയാണ് ഇത്തരം പ്രസ്താവനകൾക്ക് കാരണം. എത്ര വലിയ അധപതനമാണ് ഈ പാർട്ടിക്ക് ഉണ്ടാകുന്നത്. വർഗീയത പ്രചരിപ്പിക്കാതെ മനുഷ്യർ തമ്മിലുള്ള ജാതീയമായ വിഭാഗീയത സ്പർദ്ധയാക്കി മാറ്റി, സംഘർഷമാക്കി മാറ്റി, പരസ്പര വിശ്വാസം നശിപ്പിച്ച് വോട്ട് കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ്. അതേസമയം സജി ചെറിയാനെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലാണ് പരാതി നൽകിയത്. മന്ത്രിയുടെ പ്രസ്താവന മതവിശ്വാസികൾക്കിടയിൽ സംഘർഷത്തിന് ഇടയാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമമാണെന്ന് പരാതിയിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനും പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുകയാണ്. ആദ്യം അമലിലേക്ക്. അമൽ, എന്തായാലും ഈ പ്രസ്താവന ഒരു ഇടയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടത് AK ബാലന്റെ പ്രസ്താവനയാണ് ഈ തരത്തിൽ ചർച്ചയായതെങ്കിൽ ഇപ്പോൾ വീണ്ടും സജി ചെറിയാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് സമാനമായി തന്നെ ഉള്ള ഒരു പ്രസ്താവനയുമായി വരുന്നു. എന്തായാലും CPM കേന്ദ്രങ്ങൾ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റുപിടിക്കാതെ മാറിപ്പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. രുജീഷ്, സജി ചെറിയാന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് CPM-നെയാണ് എന്നാണ് ഇപ്പോൾ നേതാക്കന്മാരാരും പ്രതികരിക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോകുന്നതിൽ നിന്ന് പ്രാഥമികമായി വായിച്ചെടുക്കേണ്ടത്. എങ്കിൽ തന്നെയും ഇന്നലത്തെ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ കേരളത്തിലെ 2 സാമുദായിക നേതാക്കന്മാർ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്ത ഒരു സമയമാണ്. ആ ഒരു സമയത്തിൽ തന്നെയാണ്, അന്ന് വൈകിട്ട് തന്നെയാണ് സജി ചെറിയാൻ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു പരാമർശം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും മലപ്പുറത്തെക്കുറിച്ചും കാസർഗോഡിനെക്കുറിച്ചും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടങ്ങളിൽ ജയിച്ചവരുടെ പേര് പരിശോധിക്കൂ, അപ്പോൾ മനസ്സിലാക്കാം പ്രസ്താവന മാറുകയാണ്. അത് പ്രതിപക്ഷമടക്കം ഒരു ആയുധമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സജി ചെറിയാന്റെ വിശദീകരണം പോലും വരികയുണ്ടായി. താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും
കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെ കേരള യാത്രാ ജാഥ സമാപനത്തിന്റെ ദിവസം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന, അതിനെതിരായിട്ടുള്ള ഒരു കൗണ്ടർ പറയുകയായിരുന്നു സജി ചെറിയാനെന്നും അന്നേരമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് വരികയും തൻ്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നൊരു വിശദീകരണമാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം മതത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളെ ഒന്ന് ധ്രുവീകരിക്കുന്ന രീതിയിൽ, അവരെ മാറ്റി നിർത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആരാണ് ധ്രുവീകരണം നടത്തുന്നത് എന്ന ചോദ്യം പല രീതിയിൽ വരുമ്പോഴും അത് മുസ്ലിം ലീഗാണ് നടത്തുന്നത് എന്ന് വരുത്തി തീർക്കുവാനുള്ളൊരു ശ്രമമായിരുന്നു ഇന്നലെ സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടുകളൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതരുത് എന്നതടക്കം മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇതേ മുസ്ലിം ലീഗിനെ കുറിച്ച് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും കുറേ ദിവസങ്ങളായിട്ട് അക്രമം തുടർന്നുകൊണ്ടിരുന്നത്. ഇന്നലെ മന്ത്രിയുടെ പ്രസ്താവന വൈകുന്നേരം വരുമ്പോൾ രാവിലെ വെള്ളാപ്പള്ളി നടേശനും കൃത്യമായി മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും പെരുന്നയിൽ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും വി ഡി സതീശനെതിരായിട്ടും മുസ്ലിം ലീഗിനെതിരായിട്ടും ഒക്കെ പ്രസ്താവനകൾ വന്നപ്പോൾ വൈകുന്നേരം അതിനെയൊന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ സജി ചെറിയാന്റെ കൂടി പ്രസ്താവന വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും നമ്മോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ്. പ്രസാദ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് വോട്ട് വലിയ തരത്തിൽ തന്നെ UDF കിട്ടിയിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ആളുകളെ CPM നേതാക്കൾ ഒപ്പം കൂട്ടുന്നു, അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷ പരാമർശങ്ങളോട് വലിയ തരത്തിൽ ഇടപെടൽ നടത്തുന്നില്ല. അതോടൊപ്പം PMC അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള പ്രചാരണങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട് UDF-ന്. പക്ഷെ അത് ആ രീതിയിൽ രാഷ്ട്രീയമായി കാണാതെ ഇത്തരത്തിൽ ഒരു വിദ്വേഷ പരാമർശം വീണ്ടും നടത്തുന്നത് ഏത് തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? രുചീഷ്, ഈ കാര്യത്തിൽ സജി ചെറിയാന് വലിയ പിഴവ് പറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, സജി ചെറിയാൻ ഉദ്ദേശിച്ചത് ഒരു വർഗീയ ചൊവ്വയുള്ള പരാമർശം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും പരാമർശിച്ചുകൊണ്ട് ഈ ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ കൂടുതൽ വിശദീകരണം നടത്തിയിട്ടുണ്ട്. മതേതരത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ടില്ല, അല്ലാത്തവർ ജയിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മുന്നണികളുടെ ഭാഗമായിട്ടാണ്. UDF-ഉം LDF-ഉം ഇപ്പോൾ NDA-യും വളരെ സജീവമായി തന്നെ ചില മണ്ഡലങ്ങളിലൊക്കെ നിൽക്കുന്നു. അങ്ങനെ മുന്നണിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന മലപ്പുറത്തും അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥികളാണ് മുഴുവൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചെങ്കിൽ പോലും എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളുകൾ LDF-ന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. അത് ഒരു ജാതിയോ മതമോ നോക്കിയിട്ടല്ല, മണ്ഡലത്തിന്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അപ്പുറത്തും നമ്മൾ ഇവർ പറയുന്നത് പോലെ മുസ്ലിം ഏത് വിഭാഗത്തിനാണോ അവിടെ ഒരു കൂടുതൽ പരിഗണന കിട്ടുന്നത് ആ രീതിയിൽ തന്നെയാണ് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. അതല്ലാതെ ഒരു വർഗീയമായി അതിനെ നമുക്ക് കാണാൻ, പൂർണ്ണമായും വർഗീയമായി അതിനെ കാണാൻ കഴിയും എന്ന് കരുതുന്നില്ല. അവിടെ സജി ചെറിയാന് പിഴവ് പറ്റിയിട്ടുണ്ട്. മറ്റൊന്ന്, കാസർഗോഡ് നഗരസഭയിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിച്ചിട്ടുള്ളതും ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മണ്ഡലത്തിന്റെ സ്വാധീനവും സാധ്യതയും ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ് മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇന്നലെ തന്നെ നേരത്തെ രുചിച്ച് പറഞ്ഞതുപോലെ തന്നെ SNDP ആണെങ്കിലും NSS ആണെങ്കിലും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അവർ എല്ലാ കാര്യവും പറയാറുണ്ട്. NSS സമദൂരമാണ് പറയാറുള്ളത്. ചില ഘട്ടങ്ങളിൽ രാഷ്ട്രീയമായി അവർ ശരിദൂരം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകാറുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ കൃത്യമായി ഈ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തുന്നു. അതിലൊരു വർഗീയ പരാമർശങ്ങൾ, വർഗീയ ചുവയുണ്ട്, വിദ്വേഷത്തിന്റെ ചുവയുണ്ട് എന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നു. പക്ഷേ ഇവിടെ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പരാമർശം ജില്ലാ പഞ്ചായത്തിനെയാണെങ്കിലും കാസർഗോഡ് നഗരസഭയാണെങ്കിലും അത്തരത്തിൽ നമുക്കതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ ആര് നിന്നാലും UDF-നാണ് കൂടുതലും വിജയസാധ്യതയുള്ളത്. അത് ആ രീതിയിൽ വരുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ പരാമർശിച്ചത് വലിയ പിഴവ് തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് CPM-ന്റെ മറ്റു നേതാക്കൾ ആ പരാമർശത്തെ ഏറ്റുപിടിക്കാത്തത്. ഇപ്പോൾ ശിവൻകുട്ടിയെല്ലാം നമ്മൾ പ്രതികരിച്ചത് കണ്ടു. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടിയാണ് സജി ചെറിയാൻ അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് എന്നതുകൊണ്ടുകൂടിയാണ് സജി ചെറിയാൻ അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല എന്നതുകൂടി അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസാദ്, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ വീട് കയറുന്ന സമയമാണ്, ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്തൊക്കെ ആളുകളുമായി വളരെ തർക്കിക്കാതെ കാര്യങ്ങൾ പോകണമെന്നൊക്കെ നിർദ്ദേശം നൽകിയാണ് ഇപ്പോൾ ആ നടപടികളിലേക്ക് നേതാക്കൾ പോകുന്നത്. ആ ഘട്ടത്തിലാണ് ആ ആളുകൾക്ക് ചോദിക്കാൻ ഒരു ചോദ്യം കൂടി ഇപ്പോൾ സജി ചെറിയാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത്.
തീർച്ചയായും. കാരണം ഈ രീതിയിലാണോ CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ഈ സംസ്ഥാനത്ത് ഭരിച്ച ഒരു സർക്കാരിന് അവരുടെ വികസന നേട്ടങ്ങൾ എന്തുകൊണ്ട് മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന് അത് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് എതിർപക്ഷം ചോദിക്കുന്നത്. ഇപ്പോൾ സജീഷ് പറഞ്ഞതുപോലെ അവരുടെ തന്നെ മാർഗനിർദ്ദേശങ്ങളിൽ ഈ ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും വീട്ടിൽ കയറി ഒരാൾ ഒരു എതിർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. അപ്പം അത്രത്തോടുകൂടി ക്ഷമയോടുകൂടി എന്താണോ പറയാനുള്ളതിൽ കേട്ട് പോരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്ന. ഇപ്പോൾ സജി ചെറിയാൻ്റെ ഈ വാദം എന്ന് പറയുന്നത് ഈ വലിയ തോതിൽ CPM കേന്ദ്രത്തിൽ മാത്രമല്ല LDF-ലെ മറ്റ് ഘടകകക്ഷികളിലൊക്കെ വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ BJP-ക്ക് ഗുണകരമാവുന്ന തരത്തിലേക്ക് CPM-ന്റെ നേതാക്കളുടെ പരാമർശങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നേരത്തെ AK ബാലൻ നടത്തിയിട്ടുള്ള മാറാട് പരാമർശം, ഇപ്പോൾ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള ഈ ഒരു പരാമർശം, മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാസർഗോഡ് നഗരസഭയിലെയും ആളുകളെ നോക്കൂ എന്ന് പറയുന്നത്, അതെല്ലാം വർഗീയ ചുവകളും വിദ്വേഷവുമായി പരത്തുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് LDF-നകത്ത് CPM-നകത്ത് ഒരു വലിയ ഭൂരിഭാഗം ആളുകളും പറയുന്നത്. അത് മാത്രമല്ല, ഈ രാഷ്ട്രീയമായി നേരിടുന്ന പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ കേരളത്തിൽ പരസ്പരം മത്സരിപ്പിക്കുമ്പോൾ ആ സ്ഥലത്തിനനുസരിച്ചുള്ള മണ്ഡലത്തിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അതിനൊരു വർഗീയ ചുവ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അവരുടെ സ്വാധീനമനുസരിച്ചാണ് വിജയിക്കാറുള്ളത്. നമുക്കറിയാം മുസ്ലിം ലീഗാണ് മലപ്പുറത്ത് വലിയ ശക്തി കേന്ദ്രമായി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിന് വിജയമുണ്ടാകും. അതിനെ ഇത്തരത്തിൽ കൂട്ടിക്കെട്ടുന്നത് ഒട്ടും യോജിക്കുന്നതല്ല, ഉചിതമല്ല എന്ന് തന്നെയാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. അത് തന്നെയാണ് പ്രസാദ്. എന്തായാലും ആ തരത്തിൽ തന്നെയാണ് എല്ലാ കാലത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളതും. എന്തായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഈ അർത്ഥത്തിൽ വിമർശിക്കുമ്പോൾ INL LDF-നൊപ്പമാണ് എന്ന് കൂടി മനസ്സിലാക്കണം സജി ചെറിയാൻ. കാരണം അത് അവരെ കൂടി അപമാനിക്കുന്നത് തുല്യമാണ് ഇത്തരത്തിൽ ഉള്ള ഒരു പരാമർശം നടത്തുന്നത്.